പി ജെ വിൻസെന്റ്, ഇപ്പോൾ നോക്കൂ, പ്രധാനപ്പെട്ട നേതാക്കന്മാരെയാണ് ഒറ്റ രാത്രി കൊണ്ട് വധിച്ചിരിക്കുന്നത് ഇസ്രായേൽ. അതിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ തലവൻ, പിന്നീട് സൈനിക മേധാവിയുണ്ട്, അയത്തുള്ള ഖമേനിയുടെ ഉപദേഷ്ടാവ്, മുതിർന്ന ശാസ്ത്രജ്ഞരാണ്, ആണവ ശാസ്ത്രജ്ഞരൊക്കെയാണ് നിലംപരിശാക്കിയിരിക്കുന്നത്. അപ്പോൾ പശ്ചിമേഷ്യയിൽ ഒരു സങ്കീർണമായ ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് നിലവിൽ ഉള്ളത്. കാരണം തിരിച്ചടിയിലേക്ക് ആത്മാഭിമാന പ്രശ്നമായി ഇത് മാറിയിരിക്കുന്നു എന്ന് ഇറാന്റെ പ്രതികരണം, ഹൈത്തുള്ള അമേനിയുടെ പ്രതികരണം വരുമ്പോൾ അത് ഒരു രാജ്യങ്ങളും തമ്മിലൊരു എസ്കലേറ്റഡ് വാറിലേക്ക് പോകാനുള്ള സാധ്യത അത് കണ്ടു തുടങ്ങിയിട്ടുണ്ടോ ശ്രീ പി ജെ വിൻസെന്റ്? ഇസ്രായേലിൻ്റെ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ഒരു സമഗ്രമായ യുദ്ധത്തിൻ്റെ തുടക്കമാണ്. യഥാർത്ഥത്തിൽ ഗാസ യുദ്ധത്തിൽ നിന്ന് ഇറാനും ഇറാൻ്റെ പ്രോക്സികളും ചേർന്ന് പശ്ചിമേഷ്യയിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ഷിയ സഖ്യത്തെ ഉന്മൂലനം ചെയ്യുന്നതിലേക്കുള്ള ഒരു ഗ്രാൻഡ് ഡിസൈൻ ഇപ്പോൾ പ്രവർത്തനക്ഷമമായിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഹൂത്തികൾ ചെങ്കടൽ മേഖലയിൽ നിരന്തരമായി വാണിജ്യ കപ്പലുകളെയും അമേരിക്കയുടെ സൈനിക ലക്ഷ്യങ്ങളെയും ആക്രമിക്കുന്ന സാഹചര്യമുണ്ട്. അതിനെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ അമേരിക്കയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുപോലെ ഗസ യുദ്ധം ഇപ്പോഴും തുടരുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഷിയ സഖ്യത്തിനെതിരായിട്ട് തുർക്കി, ഖത്തർ അച്ചുതണ്ടിനെ മുൻനിർത്തിക്കൊണ്ട് അബ്രഹാമിക് സഖ്യത്തിൻ്റെ ഭാഗമായ അറബി രാജ്യങ്ങളെയും അറബികളല്ലാത്ത സുന്നി രാജ്യങ്ങളെയും ഒക്കെ ചേർത്ത് അവിടെ ഒരു വലിയ സഖ്യം ഉണ്ടാക്കുക എന്ന അമേരിക്ക ഇസ്രായേൽ സഖ്യത്തിൻ്റെ തന്ത്രമാണ് ഇപ്പോൾ അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരേ സമയം ഷിയ സഖ്യത്തെ ഉന്മൂലനം ചെയ്യുകയും റഷ്യ, ചൈന അച്ചുതണ്ടിൻ്റെ മേഖലയിലുള്ള സ്വാധീനം നിർണായകമായി കുറയ്ക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യമാണുള്ളത്. ഇവിടെ ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം അവർ ഒരു അനുഭവം ഉണ്ടാക്കാൻ സാധിക്കുന്ന അത്രയും തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന നിലയിലുള്ള പ്രമേയമാണല്ലോ വന്നത്. ബോർഡ് ഓഫ് ഗവർണേഴ്സിൽ 19 പേരും അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്തത്. ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ബോർഡ് ഓഫ് ഗവേണൻസിൻ്റെ പ്രമേയം പാസ്സായ ഉടനെയാണ് ഇസ്രായേലിൻ്റെ ആക്രമണമുണ്ടായത്. അവരുടെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം, നഡാൻസിലുള്ള സമ്പുഷ്ടീകരണ കേന്ദ്രവും അതുപോലെ ആണവ ശാസ്ത്രജ്ഞന്മാരെയും അവരുടെ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമും തകർക്കുക എന്ന ലക്ഷ്യമാണ് ഇസ്രായേലിനുണ്ടായിരുന്നത്. ഇത് വളരെ കൃത്യമായ തുറന്ന ആക്രമണമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വൈറ്റൽ നാഷണൽ ഇൻട്രസ്റ്റ് തകർക്കപ്പെട്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഏതൊരു രാജ്യത്തിനും അതിൻ്റെ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായി മാറുമ്പോൾ എത്രത്തോളം നമുക്കൊരു ആശങ്ക ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഉണ്ട്. കാരണം അവിടെ ഇപ്പോൾ ആണവ കേന്ദ്രങ്ങൾ, റിയാക്ടറുകൾ തകർക്കുന്നു, ഇപ്പോൾ തിരിച്ചടിക്കുന്നുണ്ട്. പക്ഷേ തിരിച്ചടിയൊക്കെ വിഫലമാണ് എന്നാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും വരുന്ന പ്രതികരണങ്ങൾ. അപ്പോൾ കൂടുതലായി, കാരണം വളരെ പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാരെയാണ് മുഴുവൻ വധിച്ചിരിക്കുന്നത്. ഖമേനിയുടെ വാക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതത്തിലേക്ക് പോകും, ഒരു സങ്കീർണമായ ഒരു യുദ്ധത്തിലേക്ക് പോകുമെന്ന ഒരു പ്രതികരണമാണ് വരുന്നത്. അപ്പോൾ എത്രത്തോളം ആശങ്കപ്പെടുത്തുന്നതാണ് ഈ ആണവ രാജ്യങ്ങളുടെ ഇപ്പോഴത്തുള്ള ഏറ്റുമുട്ടൽ? വളരെ ആശങ്കാകുലമായ സാഹചര്യമാണുള്ളത്. പശ്ചിമേഷ്യ മുഴുവനും ഗ്രസിക്കുന്ന മാനങ്ങളിലേക്ക് ഈ സംഘർഷം വളരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ 2 ആണവ രാജ്യങ്ങളില്ല. ഇസ്രായേലും ഇറാനും ആണവ രാജ്യങ്ങളല്ല ഔദ്യോഗികമായി. പക്ഷേ ഇസ്രായേലിൻ്റെ കൈവശം ആണവായുധങ്ങളുണ്ട് എന്നത് തെളിയിക്കപ്പെട്ട യാഥാർത്ഥ്യമാണ്. കാരണം പലപ്പോഴും ഗസയിലൊക്കെ അവരിട്ട ബോംബുകളിൽ ഡിപ്ലീറ്റഡ് യുറേനിയം കണ്ടൻ്റുള്ള ബോംബുകൾ പ്രയോഗിച്ചതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം അവരുടെ കയ്യിൽ ആണവായുധങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പൊതുവിൽ ലോകം അംഗീകരിച്ചിട്ടുള്ള കാര്യം. പക്ഷേ പഞ്ചമഹാശക്തികളിൽപ്പെട്ട ഒരു രാജ്യമല്ല. ഇറാൻ ആവട്ടെ, ഈ യുറേനിയം സമ്പുഷ്ടീകരണം, ആണവായുധം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് വളർത്തിയെടുത്തിരിക്കുന്നു എന്ന വിമർശനമാണ് പാശ്ചാത്യ രാജ്യങ്ങൾ നിരന്തരമായി ഉയർത്തുന്നത്. അത് തടയാൻ വേണ്ടിയിട്ടാണ് ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി, അത് UN-ൻ്റെ വാച്ച് ഡോഗാണ്, അവരുടെ റിപ്പോർട്ടും അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ ഇറാൻ ആണവായുധം ആർജിക്കുന്നത് തടയുക എന്നതാണ് ഈ ആക്രമണത്തിൻ്റെ ലക്ഷ്യം. ഇത് പക്ഷേ ഒരു കൺവെൻഷണൽ മോഡിലുള്ള യുദ്ധമായിട്ടായിരിക്കില്ല വികസിക്കുക. അത് ആ മേഖലയിലുള്ള നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന് വെച്ചാൽ ഭീകര സംഘങ്ങൾ, ഹൂത്തികളും ഹിസ്ബുള്ളയൊക്കെ പോലെയുള്ള നിരവധി റെസിസ്റ്റൻസ് ഫ്രണ്ട് പോലെയുള്ള നിരവധി ഷിയ മിലീഷ്യകൾ ഈ മേഖലയിൽ സജീവമാണ്.
പേർഷ്യൻ ഗൾഫ് മുതൽ ചെങ്കടൽ വരെയുള്ള ആ ലാൻഡ് മാസിലുടനീളം ഷിയ സഖ്യത്തിന് വലിയ സ്വാധീനമുണ്ട്. അപ്പോൾ നിരന്തരമായ തീവ്രവാദ ഭീകരാക്രമണങ്ങൾക്ക് വേദിയാകുകയായിരിക്കും ഈ മേഖല ചെയ്യുക. അതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെടാൻ ഒരുപക്ഷെ ഈ ഗൾഫിലെ ഓയിൽ റിച്ച് ആയിട്ടുള്ള അറബ് രാജ്യങ്ങൾക്കോ അല്ലെങ്കിൽ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ കഴിഞ്ഞൊന്നും വരില്ല. അപ്പോൾ ഒരു ഇസ്രായേൽ സൈന്യത്തിന് തൽക്കാലം പഴയതുപോലെയുള്ള ഒരു സഖ്യമോ ഒരു പിന്തുണയോ കിട്ടുമോ? ഇപ്പോൾ സൗദി ഇന്നിപ്പോൾ സഹോദര രാഷ്ട്രം എന്ന പരാമർശം നടത്തി ഒരു പ്രതികരണം, ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ സൗദിയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ അറിയാമല്ലോ, അമേരിക്കയുടെ കേന്ദ്രങ്ങൾ, അവരുടെ ആയുധങ്ങൾ, സൈനികർ ഈ മേഖലയിലെല്ലാം ഉണ്ട്. അപ്പോൾ GCC രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഈ യുദ്ധത്തോടുള്ള അല്ലെങ്കിൽ ഇറാനോടുള്ള സമീപനം എങ്ങനെയായിരിക്കും? പൂർവ്വകാല അവസ്ഥയിൽ നിന്നും ഇന്നൊരു യുദ്ധമുഖം തുറക്കപ്പെടുമ്പോൾ അങ്ങനെയുള്ള ഇടപെടലുകൾ അതൊക്കെ ഏത് നിലയിൽ നമ്മൾ പ്രതീക്ഷിക്കപ്പെടണം? ആ പ്രസ്താവന ഇപ്പോൾ UAE അടക്കമുള്ള സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഈ അക്രമത്തെ അപലപിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും പ്രവർത്തനക്ഷമമാകാൻ സാധ്യതയില്ല. ഒരു സവിശേഷമായ സഖ്യം പശ്ചിമേഷ്യയിൽ രൂപപ്പെട്ടത് സുന്നി രാഷ്ട്രങ്ങളായ തുർക്കിയും അറബ് സുന്നി രാഷ്ട്രമായ ഖത്തറും ഇറാനും തമ്മിൽ സഹകരിക്കുന്നു എന്നുള്ളതായിരുന്നു. ആ സഹകരണത്തെ നിർണായകമായി ദുർബലപ്പെടുത്താൻ മെയ് 13 മുതൽ 16 വരെ ട്രംപിൻ്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് കഴിഞ്ഞു എന്നതാണ് ഈ ആക്രമണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ സൗദി അറേബ്യയും UAEയും ഖത്തറും സന്ദർശിച്ചു. അങ്ങനെ ഖത്തറും തുർക്കിയും ചേർന്ന് ഒരു സുന്നി സഖ്യത്തിന് നേതൃത്വം നൽകുന്ന നിലയിലേക്ക് അമേരിക്കൻ ആശീർവാദത്തോടു കൂടി രൂപപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഖത്തറും തുർക്കിയുമൊക്കെ പല ഘട്ടങ്ങളിലും ഇറാന് പിന്തുണ കൊടുക്കുകയും ഇറാൻ്റെ ഹമാസിനുള്ള സഹായത്തെ അനുകൂലിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത് നിർണായകമായി റദ്ദാക്കാൻ ട്രംപിൻ്റെ പശ്ചിമേഷ്യൻ സന്ദർശനത്തിന് കഴിഞ്ഞു എന്നത് വളരെ പ്രധാനമാണ്. അങ്ങനെ എല്ലാ തരത്തിലും ഇറാനെ ഇറാനെ പ്രാന്തവൽക്കരിക്കാൻ, മാറ്റി നിർത്താൻ അമേരിക്കയുടെ ഇടപെടലിൽ കഴിഞ്ഞു. അതിൻ്റെ തുടർച്ചയിലാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ സ്വാഭാവികമായിട്ടും ഇറാനും അതിൻ്റെ ഷിയ സഖ്യവുമല്ലാതെ അതിന് പുറത്ത് മറ്റൊരു സഹായം ഇപ്പോൾ ഇറാന് കിട്ടുന്ന സാഹചര്യമില്ല. അതുപോലെ ഗസയിലും പലസ്തീനും ഒക്കെ ഉണ്ടായിട്ടുള്ള കൂട്ടക്കുരുതികൾ, രക്തച്ചൊരിച്ചിലുകൾ, ഇന്നിപ്പോൾ ജനവാസ മേഖലയിലാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഭൂമിശാസ്ത്ര ഘടന അനുസരിച്ചാണെങ്കിൽ എയർ സ്ട്രൈക്കാണ് ഏറ്റവും കൂടുതൽ എന്തായാലും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക. അപ്പോൾ അത് സാധാരണക്കാരുടെ ജീവൻ അപഹരിക്കപ്പെടുന്ന കൂട്ടക്കുരുതിയിലേക്കൊക്കെ വഴി മാറിയേക്കാമല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ യുദ്ധം ഒരു കൺവെൻഷണൽ മോഡിൽ മാത്രമായിരിക്കില്ല ഈ യുദ്ധം നേടുക. ഏതായാലും ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അവർക്ക് വളരെ കൃത്യതയോടെ ആക്രമണം നടത്താൻ പറ്റുന്ന ഡ്രോണുകളുടെ വലിയൊരു ശേഖരമുണ്ട്. എന്തായാലും ഇറാൻ്റെ തിരിച്ചടിയിൽ കാര്യമായ പൂർണ്ണമായും ആ ഡ്രോണുകളെയോ അല്ലെങ്കിൽ ഇറാൻ്റെ മിസൈലുകളെയോ ഭേദിക്കാൻ ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനത്തിന് കഴിയും എന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. അപ്പോൾ ഇസ്രായേലും സ്വാഭാവികമായിട്ട് നാശനഷ്ടങ്ങളുണ്ട്. അതേസമയം ഇസ്രായേല് ഈ ജനാധിവാസ കേന്ദ്രങ്ങൾ ഗസയിലെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന വംശഹത്യ അത് നിർബാധം തുടരും എന്ന സങ്കടകരമായ കാര്യവും കൂടി ഇവിടെയുണ്ട്. കാരണം ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂപപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും പാശ്ചാത്യ ശക്തികളും ഇസ്രായേലിൻ്റെ പിന്നിൽ അണിനിരക്കുന്ന സാഹചര്യമുണ്ടാകും. അപ്പോൾ മുഖ്യധാരയിൽ നിന്ന് ഗസ യുദ്ധം പിന്നോട്ട് പോവുകയും ഇറാനും അതിൻ്റെ ആണവ പദ്ധതികളും ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമും ഈ മുഖ്യ സ്റ്റേജിലേക്ക് വരികയും ചെയ്യുമ്പോൾ പുതിയ ഒരു സഖ്യ രൂപീകരണത്തിൻ്റെ സാധ്യതയാണ് അത് മുന്നോട്ട് വയ്ക്കുന്നത്. ആ മേഖലയിൽ അറബ് രാജ്യങ്ങൾക്ക് വളരെ വലിയ സ്വാധീനമുണ്ട്. ഈ അറബ് രാജ്യങ്ങളുടെ പിന്തുണ ഏതെങ്കിലും തരത്തിൽ സൗദി അറേബ്യയും ഇറാനും മറ്റ് ഗൾഫ് മേഖലയിലെ അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം നോർമലൈസ് ചെയ്യാനുള്ള സാധ്യതയെ ഇല്ലാതാക്കുക എന്നതാണ് അമേരിക്ക ഇസ്രായേൽ അച്ചുതണ്ടിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ ചൈന മുൻകൈയെടുത്ത് ഇറാനും സൗദി അറേബ്യയും തമ്മിലുണ്ടാക്കിയ പരസ്പര ധാരണയെ പോലും ഇല്ലാതാക്കാൻ പറ്റുന്ന നിലയിലേക്ക് ട്രംപിൻ്റെ പശ്ചിമേഷ്യൻ സന്ദർശനം കാരണമായി എന്നത് നമ്മൾ കാണാതിരുന്നുകൂടാ. ചുരുക്കത്തിൽ പൂർണ്ണമായും ആ മേഖലയിൽ ഇറാനെ ഒരു കാര്യം കൂടി, ഇപ്പോൾ തന്നെ ഇന്നിപ്പോൾ യുദ്ധത്തിലേക്ക് പോകുന്നു എന്നൊരു ഘട്ടം അല്ലെങ്കിൽ ആക്രമണത്തോടു കൂടി തന്നെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ അതിൻ്റെ പ്രതിഫലനം വരുന്നു. എണ്ണവില, കാരണം ഓയിൽ റിച്ച് കൺട്രിയാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന
ഈ ഒരു വാറിൻ്റെ അല്ലെങ്കിൽ ഈ കലുഷിതാവസ്ഥ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ കൂടി ഒന്ന് പരാമർശിച്ചാൽ? മാർക്കറ്റിൽ അതിഭീകരമായിരിക്കും. കാരണം ആഗോള സമ്പദ് വ്യവസ്ഥ തകിടം മറിയും. അത് ആ മേഖലയിൽ ഇപ്പോൾ ഇറാൻ്റെ തന്നെ എണ്ണയോ അല്ലെങ്കിൽ ആ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എണ്ണ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നതിന് തടസ്സമുണ്ടാകും എന്നതോടൊപ്പം ലോകത്തിലെ തന്നെ ചരക്ക് ഗതാഗതത്തിൻ്റെ വലിയൊരു ശതമാനം കടന്നു പോകുന്നത് ചെങ്കടലിലൂടെ സൂയസ് കനാൽ വഴിയാണ്. ഈ ചെങ്കടൽ മേഖലയിലുള്ള ചരക്ക് ഗതാഗതം അത് ഓയിലിൻ്റെ മാത്രമല്ല, എണ്ണയുടെ വിതരണം മാത്രമല്ല, മറ്റെല്ലാ തരത്തിലുള്ള ചരക്ക് ഗതാഗതത്തെയും നിർണായകമായി ദുർബലപ്പെടുത്തുവാനും ആക്രമിക്കാനും ഹൂത്തികൾക്ക് ശേഷിയുണ്ട്. ഗസ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ഹൂത്തികൾ നടത്തിയ നിരന്തരമായ ആക്രമണത്തിൻ്റെ ഫലമായിട്ട് കേപ്പ് ഓഫ് ദി ഗുഡ് ഗോഫ് ചുറ്റി, ആഫ്രിക്കൻ മുനമ്പ് ചുറ്റി അമേരിക്കാസിലേക്കും വെസ്റ്റേൺ യൂറോപ്പിലേക്കുമൊക്കെ കപ്പലുകൾക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. അപ്പോൾ എണ്ണ വിതരണത്തെ നിർണായകമായി പരിമിതപ്പെടുത്തും എന്നതോടൊപ്പം ആഗോള തലത്തിലുള്ള ചരക്ക് ഗതാഗതത്തെയും ഇത് ശക്തമായി ബാധിക്കും. അപ്പോൾ ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കും. സാധനങ്ങളുടെ വില കൂടും. അത് എണ്ണ ഉൽപ്പന്നങ്ങൾക്ക് മാത്രമല്ല, എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വില കൂടുകയും ആയിരക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെടുകയും അതിൻ്റെ തുടർച്ചയായിട്ട് ജോലി നഷ്ടപ്പെടുക, മറ്റ് ദുരന്തങ്ങൾ ഉണ്ടാകുക, അങ്ങനെ ആ മേഖല മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് ലോകം വളരെയധികം ഇൻ്റഗ്രേറ്റഡ് ആണ്. ലോകത്തിൻ്റെ വിവിധ മേഖലയിലേക്ക് ഇതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. ഏതായാലും ഒട്ടും പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു ഡെവലപ്മെൻ്റ് അല്ല ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ, നരകവാതിൽ തുറക്കും എന്ന ഒരു ഭയമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ലോകരംഗത്ത് നിലനിൽക്കുന്നത്.